അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദ്യമായി ചോദിക്കാനുള്ളത് 1989 ഉണ്ടായ സമസ്തയിലുണ്ടായ പിളർപ്പിൻ്റെ ഒരു പശ്ചാത്തലം എന്തായിരുന്നു? യഥാർത്ഥത്തിൽ അതിൻ്റെ കാരണങ്ങൾ, അങ്ങനെ നടപടി എടുക്കാനുള്ള സാഹചര്യങ്ങൾ, അതിലേക്ക് വഴി നടത്തിയ കാര്യങ്ങളൊക്കെ എന്തായിരുന്നു എന്ന് ആദ്യമായി അറിഞ്ഞാൽ. അസ്സലാമു അലൈക്കും. നിങ്ങളീ ചോദ്യം വളരെ പ്രസക്തമാണ്. പക്ഷേ എങ്കിലും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഈ കാര്യം ഇപ്പോൾ നമ്മൾ അനുസ്മരിക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ നമ്മളങ്ങനെ വിശദീകരിച്ച് ഒരു വ്രണമുണ്ടാക്കാനോ അതല്ലെങ്കിൽ ആരെങ്കിലും വേദനിപ്പിക്കാനോ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ ഒരു ചരിത്രം കൃത്യമായി മനസ്സിലാക്കുക എന്നത് വിദ്യാർത്ഥികൾ എന്ന രീതിയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യമാണ്. പലതരത്തിലുള്ള പ്രചരണങ്ങൾ നടക്കുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം എന്ത് എന്ന് ഒരു ചരിത്രം പകർന്നു തരിക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രം ചില കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി കൃത്യമായി നിങ്ങളോട് പറയുന്നത് ഗുണകരമായിരിക്കും എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ച് ഇങ്ങനെ ഒരു സദസ്സ് സംഘടിപ്പിച്ചപ്പോൾ പറയേണ്ടി വരുന്നത്. 1973 സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ പട്ടിക്കാട് ജാമിയ നുരിയ അറബി കോളേജിൽ വെച്ച് രൂപീകരിക്കുന്നത്. ഹൈദരലി ശിഹാബ് പ്രസിഡന്റ്, നിങ്ങളുടെ ഗുരുനാഥനായ ബഹദൂർ ഉസ്താദ് അതിന്റെ മുഖ്യ കാര്യദർശിയായിരുന്നു. ഈ ഹൈദരലി ശിഹാബ് ഈ സംഘടനയുടെ തലപ്പത്ത് വരികയും അങ്ങനെ പിന്നീട് 1979 നവംബർ 6 അദ്ദേഹം ആ സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയും ചെയ്തു. പാണക്കാട് തങ്ങൾ ഒരു ഇസ്ലാമിക സംഘടനയുടെ, അതും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ പന്താവിൽ പ്രവർത്തിക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുക എന്ന് പറയുമ്പോൾ അത് സമൂഹത്തിൽ വലിയൊരു സംഭവമാണ്. അദ്ദേഹത്തെ ഒരു ബാഹ്യശക്തി സ്വാധീനിച്ചതല്ല. അന്നത്തെ ചർച്ചയുടെ പ്രധാന കാര്യം, അന്നത്തെ സ്റ്റേറ്റ് കൗൺസിൽ പങ്കെടുത്ത ആളുകൾക്ക് മുഴുവൻ അറിയാം. അന്നത്തെ പുസ്തകങ്ങളും അതുപോലെ തന്നെ ചരിത്ര ഗ്രന്ഥങ്ങളും ഒക്കെ പഠിച്ചാൽ മനസ്സിലാവും. സമസ്തയുടെ രാഷ്ട്രീയ നയത്തിൽ ചിലർ വരുത്തിയ വ്യതിയാനമാണ് ഇതിന്റെ കാരണം. സമസ്തയുടെ രാഷ്ട്രീയ നയം എന്ന് പറയുന്നത് വ്യക്തികളുടെ രാഷ്ട്രീയമാകാം, സംഘടനയ്ക്ക് രാഷ്ട്രീയമില്ല. സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മതവിരുദ്ധമല്ലാത്ത രാഷ്ട്രീയ പാർട്ടിയിൽ ചേരാം എന്നതാണ്, പ്രവർത്തിക്കാം എന്നതാണ്. ഹൈദരലി ശിഹാബ് തങ്ങൾ ഒരു സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിന് വേണ്ടി പ്രസംഗിക്കാൻ പോയത് വലിയ വിഷയമാക്കിയെടുത്ത് അങ്ങനത്തെ ഒരാൾ ഇതിന്റെ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്നത് ശരിയല്ല എന്ന രീതിയിൽ ഒരുപാട് കത്തുകൾ സ്റ്റേറ്റ് കൗൺസിലിലേക്ക് അയക്കുകയും ആ കത്ത് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ വായിക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ പ്രശ്നം തുടങ്ങുന്നത്. അതിന്റെ പേരിൽ അദ്ദേഹം സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് രാജിവെച്ചു. പിന്നീട് ആ പ്രവണത SYS വന്നു. അങ്ങനെ കോഴിക്കോട് ജില്ലാ SYSന്റെ ഒരു യോഗത്തിൽ വെച്ച രാഷ്ട്രീയ പ്രമേയം വന്നു. ഒന്നുകിൽ സമസ്ത രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കണം, അല്ലെങ്കിൽ SYSനെ സമസ്തയുടെ രാഷ്ട്രീയ പാർട്ടിയാക്കണം എന്നായിരുന്നു ആ പ്രമേയം. ഇത് ബഹുമാനപ്പെട്ട KT മുസ്ലിയാർ, CH ഐദുർ മുസ്ലിയാർ തുടങ്ങിയ ആളുകൾ നമുക്ക് പറഞ്ഞ് പഠിപ്പിച്ചു തന്ന കാര്യമാണ്. ആ പ്രമേയം സമസ്ത മുഷാവറ അംഗീകരിച്ചില്ല. അതിനുശേഷം SYSന്റെ മുഖപത്രമായ സുന്നി വോയിസ്, അതിന്റെ കോപ്പികൾ നമ്മുടെ കൈവശമുണ്ട്. അതിൽ കൃത്യമായി ഒരു രാഷ്ട്രീയ പാർട്ടിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ അവർ നിർത്തിയ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കണം എന്ന രീതിയിലുള്ള വ്യാപകമായ പ്രചരണങ്ങൾ ഔദ്യോഗികമായി പത്രത്തിലൂടെ അവർ പ്രസിദ്ധീകരിച്ചു തുടങ്ങി. അതിന്റെ കോപ്പികൾ ഇപ്പോഴും നിങ്ങൾക്ക് ലഭ്യമാണ്. പഴയ സുന്നി വോയിസിന്റെ കോപ്പികൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. അത്തരമൊരു നയം സമസ്തക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ ശ്രമം തുടർന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് 1989 എത്തിയപ്പോൾ ജനുവരി 19 മുതൽ 22 വരെ എറണാകുളത്ത് സുന്നി യുവന സംഘത്തിന്റെ ഒരു സമ്മേളനം സംഘടിപ്പിച്ചു. ആ സമ്മേളനത്തോടെയാണ് ഈ വഴിത്തിരിവുണ്ടായത്. ഒരു സമ്മേളനം സംഘടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പൂർണ്ണാനുമതി വാങ്ങണം. ബന്ധപ്പെട്ട കക്ഷികളെ മുഴുവൻ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരുമിച്ച് നടത്തണം. പക്ഷെ അതൊരു ഏകപക്ഷീയമായ പ്രവണതയായിരുന്നു. ഇന്നിപ്പോ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ചിലർ ചെയ്യുന്നത് പോലെയുള്ള ഒരു പ്രവണത, അങ്ങനെ തന്നെ പറയേണ്ടി വരും. അന്ന് ആ യോഗത്തിൽ ക്ഷണിക്കപ്പെടാത്ത ആളുകളാണ് ഹാമിദ് കോയമ്മ തങ്ങൾ, തൃശ്ശൂരിലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തലപ്പത്തിരുന്ന വ്യക്തിയായിരുന്നു മർഹൂം ഹാമിദ് കോയമ്മ തങ്ങൾ. അദ്ദേഹത്തെ വിളിച്ചില്ല. ആ തൃശ്ശൂരിലെ തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സാരഥിയായിരുന്നു MK കുഞ്ഞുമുഹമ്മദ് മുസ്ലിയാർ, മരണപ്പെട്ടു, അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. അതുപോലെ തൃശ്ശൂരിലെ തന്നെ SYSന്റെ തലപ്പത്തിരുന്ന PP യൂസുഫ് മുസ്ലിയാർ, എറണാകുളത്തെ M മൊയ്തീൻ മൗലവി, പാണവള്ളി മുഹമ്മദ് മുസ്ലിയാർ, ഈ ആളുകളെ ഒന്നും
സ്വാഗത സംഘത്തിലേക്ക് പോലും വിളിച്ചില്ല എന്നത് വളരെ ഗൗരവമുള്ളൊരു കാര്യമായി വിലയിരുത്തി. അതേക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ കൃത്യമായ മറുപടി ലഭിച്ചില്ല എന്നതുകൊണ്ട് തന്നെ അന്ന് തൃശ്ശൂരിൽ ജോലി ചെയ്തിരുന്ന ബഹുമാനപ്പെട്ട നാട്ടിക മൂസ മൗലവി ഒരു മധ്യമേഖല സുന്നി സമ്മേളനം വേറെ പ്രഖ്യാപിച്ചു. അദ്ദേഹം അന്നതിന് നമുക്ക് പറഞ്ഞു തന്ന ന്യായം, ക്ഷണിക്കപ്പെടേണ്ടവരെ ക്ഷണിക്കാതെ ഒരു യോഗം ഏകപക്ഷീയമായി നടത്തിയപ്പോൾ ക്ഷണിക്കപ്പെടേണ്ടവരെ മുഴുവൻ ചേർത്തുകൊണ്ട് ഉത്തരവാദപ്പെട്ടവരുടെ സാന്നിധ്യത്തിൽ ഒരു യോഗം നടത്താൻ ഡേറ്റ് പ്രഖ്യാപിച്ച് അതിന് മധ്യമേഖല സുന്നി സമ്മേളനം പേരിട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സ്വാഭാവികമായും സമത്വയുടെ അണികളാണ് നാട്ടിക മുസ്ലിം അടക്കം ഞാൻ നേരത്തെ സൂചിപ്പിച്ച നേതാക്കളെ അവഗണിക്കാൻ കഴിയില്ല. അവരെ പരിഗണിച്ചുകൊണ്ട് തന്നെ സമസ്തകളുടെ ജമീയത്തുലമയാണ് തലപ്പത്തിരിക്കുന്ന സംഘടന. ഒന്ന് സുന്നിയുടെ സംഘമാണ്, ഒന്ന് ആ സുന്നിയുടെ സംഘത്തിൽ തന്നെ പ്രവർത്തിക്കേണ്ട പ്രമുഖ നേതാക്കളാണ്. അതുകൊണ്ട് സമസ്ത രണ്ടു കൂട്ടരെയും പരിഗണിച്ചുകൊണ്ട് മാന്യമായ രീതിയിൽ ഒരു മസ്ലഹത്ത് സമിതി രൂപീകരിച്ചുകൊണ്ട് ചർച്ച നടത്താൻ തീരുമാനിച്ചു. അങ്ങനെ 1988 ഒക്ടോബർ 19 തീയതി നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. കാരണം ഇത് ഈ ചരിത്രം വളർന്നു വരുന്ന ചെറുപ്പക്കാരെന്ന രീതിയിൽ വിദ്യാർത്ഥികൾ പഠിച്ചു വെക്കേണ്ടതാണ്. അല്ലാതെ ആരെങ്കിലും കുറ്റപ്പെടുത്താൻ ആക്ഷേപിക്കാനോ പറയേണ്ടതാണ്. പഠിച്ചു വെക്കണം നിങ്ങൾ. കാരണം ഭാവിയിൽ ആവശ്യം വരും. ഒരു ചർച്ച വരുന്ന സമയത്ത് നമുക്ക് ഇത് ഓർക്കേണ്ടി വരും. 1988 ഒക്ടോബർ 19 സമസ്തകൾ ഇസ്ലാമിന്റെ വിദ്യാഭ്യാസ ബോർഡിന്റെ യോഗം കോഴിക്കോട്ട് ചേർന്ന് ഒരു മസ്ലഹത്ത് സമിതി രൂപീകരിച്ചു. ആ മസ്ലഹത്ത് സമിതിയിൽ കെ വി സാദ് ഉണ്ട്, ഉള്ളാൾ തങ്ങളുണ്ടായിരുന്നു, കെ ടി മാനു മുസ്ലിയാർ, കെ പി ഉസ്മാൻ സാഹിബ്, എം എ അബ്ദുൽ ഖാദർ മൗലവി, എ പി അബൂബക്കർ മുസ്ലിയാർ, അലി ബാഫക്കി തങ്ങൾ, സി ചൈത്ര മുസ്ലിയാർ, ബാപ്പുട്ടി ഹാജി, വി മൊയ്മാൻ ഹാജി, ഇവരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. അവർ യഥാർത്ഥത്തിൽ ഈ ചർച്ച ചെയ്തത് രണ്ട് വിഭാഗം ആളുകളുമായിട്ടാണ്. ഒരു ഭാഗ്യശക്തിയുടെ അടുത്തേക്ക് അവർ പോയിട്ടില്ല. അങ്ങനെ ഒരു ഭാഗ്യശക്തിയുടെ പ്രേരണയുണ്ടായിട്ടില്ല. അവർ പട്ടിക്കാട് ജാമിയയിൽ പോയി ചർച്ച ചെയ്തു, കാരന്തൂർ മർക്കസിൽ പോയി ചർച്ച ചെയ്തു. അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ, അതുപോലെ തന്നെ നേതാക്കളുടെ ഭവനങ്ങളിൽ, അല്ലാതെ ഒരു രാഷ്ട്രീയ നേതാക്കന്മാരുടെ അടുത്തേക്ക് അവർ ചർച്ച പോയിട്ടില്ല. അതൊക്കെ കൃത്യമായി നമ്മുടെ ഉസ്താദുമാർ പ്രസംഗിച്ചതും അവർ എഴുതിയതുമായ രേഖ വെച്ചുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ ആ യോഗത്തിൽ വെച്ച് അവർ ചുമതലപ്പെടുത്തപ്പെട്ട പ്രകാരം ഇവരുമായൊക്കെ ചർച്ച നടത്തി. അതിന്റെ പശ്ചാത്തലത്തിൽ 1988 നവംബർ 12 തീയതി വിദ്യാഭ്യാസ ബോർഡിന്റെ യോഗം വീണ്ടും ചേരുന്നു. ആ യോഗത്തിൽ ഇവരുടെ അഭിപ്രായങ്ങൾ വെക്കുന്നു. ആ അഭിപ്രായത്തിന്റെ പശ്ചാത്തലത്തിൽ സമസ്തയുടെ അണികൾ രണ്ടു സമ്മേളനം നടത്തുന്നത് ഭിന്നിപ്പിന് കാരണമാകുമെന്നതുകൊണ്ട് അത് ഒന്നിപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ തീരുമാനം പറഞ്ഞു, രണ്ട് സമ്മേളനവും നിർത്തിയിട്ട് രണ്ടു കൂട്ടരെയും കൂട്ടിച്ചേർത്ത് ഒരു സ്വാഗത സംഘം ഉണ്ടാക്കിയിട്ട് ഒറ്റ സമ്മേളനമാക്കി നടത്താം. അതായിരുന്നു തീരുമാനം. അങ്ങനെ ഒറ്റ സമ്മേളനം നടത്താൻ തീരുമാനിക്കുകയും 1989 ജനുവരി മാസം 29 ആ സമ്മേളനമാകാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു എന്നാണ് രേഖകളിൽ നമ്മൾ വായിച്ചതും നേതാക്കൾ പഠിപ്പിച്ചതും. ആ പുതിയ ഡേറ്റ് പ്രഖ്യാപിച്ചു. ഈ പുതിയ ഡേറ്റ് പ്രഖ്യാപിച്ചതോടുകൂടി അതേ യോഗത്തിൽ വെച്ച് തന്നെ അതിന്റെ സ്വാഗത സംഘം ഇരുകൂട്ടരെയും വിളിച്ചുകൂട്ടി രൂപീകരിക്കുന്നതിന് വേണ്ടി നവംബർ 19 തീയതി സമസ്ത ഓഫീസിലേക്ക് യോഗം വിളിച്ചു. നവംബർ 19 യോഗം ചേർന്നു. ആ യോഗത്തിൽ ഉത്തരവാദപ്പെട്ട എറണാകുളം സമ്മേളനത്തിന്റെ നേതൃനിരയിൽ നിൽക്കുന്ന ആളുകൾ പങ്കെടുത്തില്ല. രണ്ടാം നിലയെ പറഞ്ഞയച്ചു. രണ്ടാം നില SYS നേതാക്കൾ വന്നുകൊണ്ട് ശംസുൽ ഉലമ അടക്കമുള്ള ആ യോഗത്തിൽ വെച്ച് അവർ പറഞ്ഞു, ഞങ്ങൾ തീരുമാനിച്ച സമ്മേളനം മാറ്റിവെക്കാൻ പറ്റില്ല. സമസ്ത മുശാവറയുടെ ജനറൽ സെക്രട്ടറിയാണ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ. അദ്ദേഹത്തെ നിർത്തിക്കൊണ്ടാണ് പറയുന്നത് SYS യോഗം മാറ്റാൻ പറ്റില്ല. യഥാർത്ഥത്തിൽ നവംബർ 12 തീയതി തീരുമാനിച്ച് മിനിറ്റ്സ് എഴുതിയതാണ് രണ്ടും ഒന്നാക്കണമെന്ന്. ആ യോഗത്തിൽ ഉത്തരവാദപ്പെട്ട ആളുകൾ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് പിന്നീട് പറയുന്നത് യോഗം മാറ്റിവെക്കാൻ സാധ്യമല്ല, അതുകൊണ്ട് ഞങ്ങൾ ആ യോഗവുമായി മുന്നോട്ട് പോകുമെന്ന്. അംഗീകരിക്കാത്ത പശ്ചാത്തലത്തിൽ നമ്മുടെ നേതാക്കളുടെ സൂക്ഷ്മതയും ശ്രദ്ധയും അവധാനതയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെയാണ്. അവർക്ക് വേണമെങ്കിൽ അപ്പോൾ തന്നെ അച്ചടക്ക നടപടിയെടുക്കാം. കാരണം മുശാവറയുടെ ജനറൽ സെക്രട്ടറിയാണ് ശൈഖുനാ ശംസുൽ ഉലമ. നേരത്തെ തീരുമാനിച്ച് മിനിറ്റ്സ് എഴുതിയ കാര്യമാണ് പിന്നെ പറ്റില്ല എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരു കടുത്ത തീരുമാനമെടുക്കാൻ സമസ്ത തയ്യാറായില്ല. സമസ്ത ഒന്നുകൂടി വിശാലമായി ചിന്തിച്ചു. നമ്മുടെ ഉസ്താദുമാർ 1988 നവംബർ 1 മുശാവറ വിളിച്ചു. മുശാവറയിൽ ചർച്ച ചെയ്തൊരു തീരുമാനമെടുക്കാമെന്നായിരുന്നു ഉസ്താദുമാർ തീരുമാനിച്ചത്. കാരണം അവരുടെ മുമ്പിൽ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. പൊതുവായ മുസ്ലിം സമുദായത്തിന്റെ പ്രശ്നം വരുമ്പോൾ മുശാവറയുടെ തീരുമാനത്തിന് വിധേയമായി എല്ലാവരുമായും ഒന്നിച്ചിരിക്കേണ്ടി വരും. അത് സമത്വ മുശാവറയുടെ തീരുമാനത്തിന് വിധേയമായിട്ടാണെങ്കിൽ പൊതുപ്രശ്നങ്ങളിൽ എല്ലാ വിഭാഗവുമായി കൂടിച്ചേർന്നിരിക്കേണ്ടി വരുമെന്ന കാര്യം അംഗീകരിക്കണം. അതിലൊരു ഭിന്നത ഉണ്ടാവരുത്. ഇപ്പൊ എല്ലാവരും ഇത് ചെയ്യുന്നുണ്ട്.
പൊതുപ്രശ്നത്തിൽ എല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ട്. അന്ന് ശരീഅത്ത് പ്രശ്നത്തിൽ അവരുമായി അഥവാ വിധേയ പ്രസ്ഥാനക്കാരുമായി ഒരുമിച്ച് വേദി പങ്കിട്ടു എന്നതായിരുന്നു വലിയ അപരാധം. ഇന്ന് പൊതുപ്രശ്നത്തിൽ എല്ലാവരും അത്തരം കാര്യങ്ങൾ ധാരാളമായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 2 സമ്മേളനങ്ങളും ഒന്നാക്കുക എന്നതായിരുന്നു. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട ശംസുലമയെ പോലുള്ള കണ്ണിത്തുസാനുള്ള മഹാരഥന്മാർ നയിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനം കെ.വി. ഉസ്താദ് ജീവിച്ചിരിപ്പുണ്ട്. വലിയ ചിന്തകനും ബുദ്ധിജീവിയുമാണ്. വലിയ വലിയ പണ്ഡിതന്മാരുണ്ടെന്ന് ആരുടെ പേരും ഞാൻ പറയുന്നില്ല. അവരൊന്നും ഒരു ബാഹ്യശക്തിക്ക് വിധേയമാകുമെന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിയുന്നില്ല. ഇരിക്കട്ടെ. അങ്ങനെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വളരെ ശ്രദ്ധാപൂർവം അവധാനതയോടുകൂടി നവംബർ 1 മുശാവറ വിളിച്ചു. മുശാവറ വിളിച്ചപ്പോൾ മറുപക്ഷം, ഞാനവരെ ആക്ഷേപിക്കല്ല, അവരുടെ തീരുമാനങ്ങളാണ്. ഇപ്പൊ നമ്മളതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല പറയുന്നത്, ചരിത്രം പറയുന്ന അവർ കോടതിയിൽ പോയി സമസ്തയുടെ പ്രവർത്തനം ശരിയല്ല എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് സ്റ്റേ വാങ്ങി. നിങ്ങൾക്കറിയാമല്ലോ, കോടതി ഏതൊരു വിഷയത്തിന് പെട്ടെന്ന് പ്രഥമ ദൃഷ്ട്യാ ചിലപ്പോൾ സ്റ്റേ കൊടുക്കും. വാദം കേട്ടതിന് ശേഷം മാത്രമേ സ്റ്റേ വെക്കേറ്റ് ചെയ്യൂ. അങ്ങനെ 1988 നവംബർ 1 വിളിക്കാൻ തീരുമാനിച്ച മുശാവറ സ്റ്റേ ചെയ്തു. പല മെമ്പർമാരും അന്ന് മടങ്ങിപ്പോയി. അന്ന് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് പോലും കരഞ്ഞു പോയിട്ടുണ്ട്. കാരണം കണ്ണിയത്ത് ഉസ്താദിന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്കെതിരെ കേസ് കൊടുത്തു, ഇനി മുശാവറ ചേരാൻ പാടില്ല എന്ന വാർത്ത ആരോ അറിയിച്ചു കൊടുത്തപ്പോൾ ബഹുമാനപ്പെട്ട മാനു മുസ്ലിയാരാണ് ഈ സംഗതി അദ്ദേഹത്തോട് അറിയിക്കുന്നത്. അദ്ദേഹത്തോട് അറിയിക്കുന്നതിന് മുമ്പ് വേറെ ആരോ അറിയിച്ചിരുന്നു എന്ന് മാനു മുസ്ലിയാർ തന്നെ പറഞ്ഞു. മാനു മുസ്ലിയാർ ചെന്നപ്പോൾ മാനു മുസ്ലിയാരോട് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞത്, നമുക്കിനി സമസ്തയുടെ യോഗം ചേരാൻ കഴിയില്ലല്ലോ, സമസ്തയുടെ യോഗം ചേർന്നാൽ നമ്മളെ പോലീസ് പിടിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ ദീൻ നടത്താൻ കഴിയാത്ത അവസ്ഥ വന്നല്ലോ എന്ന് പറഞ്ഞ് കണ്ണിയത്ത് കരഞ്ഞു അത്രേ. സമസ്തക്കെതിരെ കേസ് കൊടുത്തപ്പോൾ കണ്ണിയത്ത് ഉസ്താദ് കരഞ്ഞു. ഇത് മാനു മുസ്ലിയാർ ഗദ്ഗദകരനായി പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ ചെറുപ്പക്കാരാണ്, എന്റെ സഹപ്രവർത്തകർ കേട്ടിട്ടുണ്ടാവും. 1988 ഡിസംബർ 23 സ്റ്റേ വെക്കേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ചെയ്ത പ്രവർത്തനമാണ് പറയുന്നത്. ഡിസംബർ 23 മുതലക്കുളത്ത് വലിയൊരു സമ്മേളനം നടത്തി. ആ സമ്മേളനം ബഹുജന സമ്മേളനമായിരുന്നു. മുശാവറ കൂടരുത് എന്നേ കോടതി പറഞ്ഞിട്ടുള്ളൂ, ബഹുജനങ്ങളോട് സംസാരിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല. നമ്മുടെ ഉസ്താദ്മാർ വളരെ ബുദ്ധിപൂർവ്വം മുശാവറ സ്റ്റേ ചെയ്യപ്പെട്ടപ്പോൾ ജനങ്ങളോട് കാര്യം പറയാൻ വേണ്ടി ഡിസംബർ 23 മുതലക്കുളത്ത് വലിയൊരു മഹാസമ്മേളനം വെച്ചു. ധാരാളം ആളുകൾ കൂടി, ഞങ്ങളൊക്കെ യോഗത്തിന് പോയ ആളുകളാണ്. അവിടെ വെച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ ശരിക്കും വിശദീകരിച്ചു. കണ്ണിയത്ത് ഉസ്താദ് കരഞ്ഞു പ്രസംഗിച്ചു. അന്നാണ് അദ്ദേഹം പറഞ്ഞത്, സമസ്തക്കെതിരെ കേസ് കൊടുത്തവരെ അല്ലാഹു മുഖം കെടുത്തട്ടെ എന്നൊരു വാക്ക് പറഞ്ഞു. പലരും കേട്ടിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് 1989 ജനുവരി 6 മലപ്പുറത്ത് ഇന്ന് സുന്നിമാലിൽ നിൽക്കുന്ന ആ വയലിൽ, അന്ന് അവിടെ വയലാണ്, അവിടെയാണ് മലപ്പുറം വിശദീകരണ സമ്മേളനം നടന്നത്. അവിടെയും കണ്ണിയത്ത് ഉസ്താദ് പ്രസംഗിച്ചു. അന്ന് കണ്ണിയത്ത് ഉസ്താദ് ഒരു ക്ലാരിഫിക്കേഷൻ നടത്തി. സമസ്തക്കെതിരെ കേസ് കൊടുത്തവരെ അല്ലാഹു മുഖം കെടുത്തട്ടെ എന്ന് ഞാൻ പറഞ്ഞത് ആരും എനിക്ക് പറഞ്ഞു തന്നിട്ട് പറഞ്ഞതാണ് എന്ന് ചിലരൊക്കെ പ്രചരിപ്പിക്കുന്നത് ഞാൻ തന്നെ പറഞ്ഞതാണ് എന്ന് അദ്ദേഹം മലപ്പുറത്ത് വെച്ച് പ്രഖ്യാപിച്ചത് ഞങ്ങളൊക്കെ സാക്ഷികളാണ്. എല്ലാവരും കേട്ടവരായിരിക്കും. അങ്ങനെ മുശാവറയുടെ സ്റ്റേ നീങ്ങിയപ്പോൾ 1989 ജനുവരി 16 മുശാവറ ചേർന്നു. ജനുവരി 16 മുശാവറ ചേർന്ന് 40 അംഗ മുശാവറ ഔദ്യോഗികമായി തീരുമാനിച്ചു, എറണാകുളം സമ്മേളനം നിർത്തിവെക്കണം. അത് സമസ്തയുടെ ഒഫീഷ്യൽ തീരുമാനമാണ്. ആ തീരുമാനം മുശാവറ എടുത്തു. പത്രത്തിൽ വാർത്ത വന്നു. വാർത്ത വന്ന ഉടനെ ജനുവരി 16 വാർത്ത സ്വാഭാവികമായും 17 പത്രത്തിൽ വരിക. 17 പത്രത്തിൽ വന്നു. 18 തീയതി പിറ്റേ ദിവസം പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് വന്നു. അദ്ദേഹത്തിന്റെ പാർട്ടി സെക്രട്ടറിയുടെയും കൂടി സ്റ്റേറ്റ്മെന്റ് സാഹിബാണെന്ന്. ആ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞു, എറണാകുളം സമ്മേളനത്തിന് ഈ പാർട്ടിക്കാർ, അവരുടെ പാർട്ടിക്കാർ അഥവാ മുസ്ലിം ലീഗുകാർ ആരും പങ്കെടുക്കരുത്. ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു പ്രതിസന്ധിയാണ്. കാരണം രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ടാണ് വേണ്ടത്, ആരെയും അവർ ഉൾക്കൊള്ളും. പക്ഷെ എന്നിട്ടും സമത്വ ഒരു തീരുമാനമെടുത്തപ്പോ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ട് ഇറക്കേണ്ടി വന്നു എന്ന് ശിഹാബ് തങ്ങളോട് ചോദിച്ചു പത്രക്കാർ. ശിഹാബ് തങ്ങൾ പറഞ്ഞത്, സമത്വ കേരളത്തിലെ വലിയ ഒരു ബഹുജനത്തെ ഉൾക്കൊള്ളുന്ന സംഘടനയാണ്. അതിൽ ഒരു പിളർപ്പുണ്ടായാലും സമുദായത്തെ ബാധിക്കും. അതുകൊണ്ട് സമത്വയിൽ പിളർപ്പുണ്ടാവരുത് എന്ന് കരുതിക്കൊണ്ടാണ് ആ പിളർപ്പിന് കൂട്ടു നിൽക്കരുത് എന്ന് എന്റെ അണികളോട് ഞാൻ പറഞ്ഞത് എന്ന് ശിഹാബ് തങ്ങൾ കൃത്യമായി പറഞ്ഞു. പാർട്ടിയിലെ തന്നെ പല ആളുകൾക്കും അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന തോന്നലൊന്നുണ്ട്. എന്നിട്ടും ശിഹാബ് തങ്ങൾ ആ ഒരു സ്റ്റാൻഡ് സ്വീകരിച്ചത് സമത്വയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ പൂർണ്ണമായി അദ്ദേഹം ആ വിഷയത്തിൽ ഉൾക്കൊണ്ട് സഹായിച്ചു എന്നത് ചരിത്രം രേഖപ്പെടുത്തിയ വസ്തുതയെ ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. അങ്ങനെ എറണാകുളം സമ്മേളനം നടന്നപ്പോൾ സമസ്ത നിരീക്ഷിച്ചു ആരൊക്കെ അതിൽ പങ്കെടുത്തു. അങ്ങനെ പങ്കെടുത്ത ആളുകളുടെ
രേഖ വെച്ചുകൊണ്ട് 1989 ഫെബ്രുവരി 18 മുഷാവറ വീണ്ടും യോഗം ചേർന്നു. ജനുവരി 16 മുഷാവറയുടെ തീരുമാനം ഈ യോഗം നടത്തരുത് എന്നാണ്. നടത്തരുത് എന്ന് പറഞ്ഞ യോഗം നടത്തിയപ്പോൾ അതിൽ പങ്കെടുത്ത ആളുകളിൽപ്പെട്ട 6 പേരെ ഫെബ്രുവരി 18 മുഷാവറ ചേർന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ നിന്ന് നീക്കം ചെയ്തു. അവർ പറയുന്നു ഇറങ്ങിപ്പോയതാണ്. സമസ്തയുടെ നേതാക്കൾ പറയുന്നു ഈ അച്ചടക്ക നടപടി സ്വീകരിച്ചതാണ്. നമ്മൾ അതിൽ തർക്കിക്കണ്ട, എന്താ പറയുക, തർക്കമല്ല വിഷയം, ഈ ചരിത്രം പറയാനാണ് വിഷയം. അങ്ങനെ 6 പേരെ നീക്കം ചെയ്തതോടുകൂടി അവര് നേരെ ടി അരവിന്ദാക്ഷ മേനോൻ എന്ന് പറയുന്ന അഭിഭാഷകനെ സമീപിച്ച് അദ്ദേഹത്തിന്റെ ഉപദേശപ്രകാരം ഒരു മുഷാവറ അവർ ഉണ്ടാക്കുകയും ആ മുഷാവറക്ക് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി എന്നിവരെ ചുമതലപ്പെടുത്തുകയും ചെയ്ത് പത്രത്തിൽ വാർത്ത വന്നു. 40-ൽ 6 പേരാണ് നീക്കം ചെയ്യപ്പെട്ടത്. 40-ൽ 6 പേര് നീക്കം ചെയ്തപ്പോൾ നാട്ടിക മുസവലി അന്ന് പ്രസംഗിച്ച ഒരു പ്രസംഗമുണ്ട്. 40 പേര് ചേർന്ന് 6 പേരെ സമസ്തയിൽ നിന്ന് നീക്കിയപ്പോൾ 6 പേര് ചേർന്ന് ബാക്കി 34 ആളുകൾ ഇങ്ങോട്ട് പുറത്താക്കി. അങ്ങനെയാണ് അദ്ദേഹം പ്രസംഗിച്ചത്. അവരങ്ങനെ തന്നെ പറഞ്ഞു. എന്താവട്ടെ, അവര് കൃത്യമായി ഒരു മുഷാവറ രൂപീകരിച്ചുകൊണ്ട് പുതിയ വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഒരു വിഷയത്തിൽ നിയമപരമായ വശം, അതുപോലെ തന്നെ ഗുരുശിഷ്യ ബന്ധം, ഇതിലെ കാര്യങ്ങളൊക്കെ പരിഗണിക്കണം. 1926 മുതൽ 93 മരിക്കുന്നത് വരെ 67 കൊല്ലം സമസ്തയുടെ മുഷാവറ മെമ്പറാണ് കണിയത്ത് ഉസ്താദ്. 1967 മുതൽ മരണം വരെ 26 വർഷം അദ്ദേഹം പ്രസിഡന്റുമാണ്. എന്ന് പറഞ്ഞാൽ 67 കൊല്ലം സമസ്തയുടെ മുഷാവറ മെമ്പറും അതിൽ 26 കൊല്ലം സമസ്തയുടെ പ്രസിഡന്റുമായി നിൽക്കുന്ന ഒരാൾ ജീവിച്ചിരിക്കെ 89-ലാണ് ഒരു പുതിയ പ്രസിഡന്റിനെ കൊണ്ടുവരുന്നത്. പ്രസിഡന്റിന്റെ യോഗ്യതയോ അയോഗ്യതയോ ചർച്ചയല്ല. അവരൊക്കെ നല്ല മനുഷ്യന്മാരാണ് എന്ന് നമ്മൾ വിശ്വസിച്ചുകൊണ്ട് തന്നെ പറയുന്നു. അവരുടെ വ്യക്തിത്വത്തെ ഒന്നും നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. ആ കാര്യത്തിൽ ആക്ഷേപം നമുക്കില്ല. പക്ഷേ ഈ കണിയത്ത് ഉസ്താദ് ജീവിച്ചിരിക്കുന്ന സമയത്ത് 89, 90, 91, 92, 93, 94 എന്നൊക്കെ പറയുമ്പോൾ എത്ര വർഷം? 93 വരെ കൂട്ടി നോക്കും. 93-ൽ മരിക്കുന്നത് വരെ കണ്ണിയത്തിനെ ഇരുത്തിക്കൊണ്ട് പുതിയൊരു പ്രസിഡന്റും ഒരു സംഘടനയും രൂപപ്പെട്ടു. മഹാനായ ശൈഖുന ശംസുൽ ഉലമ 1957 മുതൽ സമസ്തയുടെ കർമ്മരംഗത്ത് 39 വർഷം സമസ്തയുടെ ജനറൽ സെക്രട്ടറിയാണ്. 39 വർഷം സമസ്തയുടെ ജനറൽ സെക്രട്ടറിയാണ്. അപ്പൊ 39 വർഷം ജനറൽ സെക്രട്ടറി ആയ ഒരാളുടെ സ്ഥാനത്ത് മറ്റൊരാൾ ജനറൽ സെക്രട്ടറി ആയി വരും. ഇത് പാരമ്പര്യം. ഇനിയോ ഈ 6 പേരിൽ ആരും ശംസുൽ ഉലമയുടെ കണ്ണിയത്തിന്റെ ഗുരുനാഥന്മാരല്ല. എന്നാൽ കണ്ണിയത്തും ശംസുൽ ഉലമയും ഇവിടെയൊക്കെ ഒരു വഴിക്ക് അല്ലെങ്കിൽ മറ്റൊരു വഴിക്ക് ഗുരുനാഥന്മാരാണ്. മനസ്സിലാക്കേണ്ടതാണ്. ഇനി നിയമപരം. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഭരണഘടന പറയുന്നത്, ഭരണഘടനയിൽ 4-ൽ 2 ഒരു ക്ലോസ് ഉണ്ട്. ആ ക്ലോസിൽ പറയുന്നത് ഒരു തീരുമാനം എടുക്കണമെങ്കിൽ ഏത് യോഗത്തിനാണെങ്കിലും മിനിമം 10 മുഷാവറ മെമ്പർമാർ വേണം. 6 മുഷാവറ മെമ്പർമാരെ ഇവർക്കുള്ളൂ. 6 മുഷാവറ മെമ്പർമാരെ വെച്ചുകൊണ്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി നിയമപരമായി ഇത് സാധുതയില്ല എന്ന് തന്നെ അന്ന് അഭിഭാഷകർ പറഞ്ഞു. പക്ഷെ അവർ പുതിയ വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാക്കി, മദ്രസക്ക് അംഗീകാരം തുടങ്ങി, അങ്ങനെയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി. അങ്ങനെയാണ് കേസ് മുന്നോട്ട് പോകുന്നത്. അവർ അത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി രജിസ്റ്റർ ഓഫീസിൽ കൊടുത്തു. അതിന്റെ തർക്കം വന്നു. രജിസ്ട്രാർ സ്വാഭാവികമായും അവരുടേത് സ്വീകരിച്ചു. സ്വീകരിച്ചതിന് ശേഷം സമയമായപ്പോൾ ശംസുൽ ഉലമ റിട്ടേൺ കൊടുത്തു. ശംസുൽ ഉലമയുടെ റിട്ടേണും സ്വീകരിച്ചു. നോക്കുമ്പോൾ രണ്ടും ജനറൽ സെക്രട്ടറിമാർ ഒരേ പേരിലുള്ള ആളുകളാണ്. പക്ഷെ ശംസുൽ ഉലമയുടേത് കോടതി സ്വീകരിച്ചു. അവരുടേത് കോടതി നേരത്തെ അവർ കൊടുത്തെങ്കിലും അത് തള്ളി. അത് തള്ളിയപ്പോൾ രജിസ്ട്രാർ സ്വാഭാവികമായും ഈ ചെയ്തത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ കോടതിയിൽ പോയി ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ചിൽ പരാതി കൊടുത്തു. സിംഗിൾ ജഡ്ജിന്റെ വിധി വന്നു, രജിസ്ട്രാർ ചെയ്തത് തെറ്റാണ്. ഉടനെ തന്നെ സിംഗിൾ ജഡ്ജിന്റെ വിധിക്കെതിരെ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോയി സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അപ്പീലിൽ കൃത്യമായ വിധി വന്നു. അപ്പീലിൽ വന്ന വിധി സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി ശൈഖുന ശംസുൽ ഉലമ കൊടുത്തത് ശരിയാണ് എന്ന രീതിയിലാണ് വിധി വന്നത്. ആ വിധി പകർപ്പോടെയുണ്ട്. ഇതൊക്കെ നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അവരെന്തൊക്കെ പറഞ്ഞാലും ശരി, ഇതില് പറയുന്ന പ്രധാന ഈ വിധി പകർപ്പിൽ ജഡ്ജി പറയുന്നത്, when there were 2 lists, ഒരു സംഘടനയുടെ ഭാരവാഹികളായി 2 ലിസ്റ്റ് വരുന്ന സന്ദർഭത്തിൽ
the district registrar prima facie, on being satisfied, accepted the list filed by E.K. Abubakar Musliar. E.K. Abubakar Musliar file ചെയ്ത ലിസ്റ്റ് കോടതി സ്വീകരിച്ചു. As he was filing this list for the previous years also. ഒരുപാട് വർഷമായി അദ്ദേഹമാണ് ഇത് ഫയൽ ചെയ്ത് വരുന്നത്. സമസ്യയുടെ റിട്ടേൺ ഒരുപാട് വർഷമായി ഫയൽ ചെയ്ത് വരുന്ന അദ്ദേഹമാണ്. അതുകൊണ്ട് അത് സ്വീകരിച്ചു. അതുകൊണ്ട് രജിസ്ട്രാർ ശരിയാണ് എന്നാണ് കോടതി പറഞ്ഞത്. മാത്രമല്ല ഇതിൽ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ആ ലിസ്റ്റ് സ്ഥിരമായി ഫയൽ ചെയ്ത് വരുന്നു എന്ന് മാത്രമല്ല, മറ്റു സ്ഥലത്ത് പറയുന്നുണ്ട്. ഇതിൽ പറയുന്നത് ഇൻ ദിസ് കേസ് വി ഫൈൻഡ് ദാറ്റ്, നിങ്ങൾക്ക് ഇതിന്റെ ഭാഷ അറിയാലോ, എന്നെ പറയണ്ടല്ലോ, അവർ കണ്ടെത്തിയത് ഗിവൺ ബൈ ദ അപ്പലന്റ്. അപ്പലന്റ് എന്ന് പറഞ്ഞാൽ ഇത് അപ്പീലാണ്, സമസ്യയാണ് അപ്പീൽ പോകുന്നത്, ശംസുലമാണ് അപ്പീൽ പോകുന്നത്. ദ അപ്പലന്റ് വാസ് അക്സെപ്റ്റഡ് ബിക്കോസ് ഇറ്റ് ഹാസ് ദ സപ്പോർട്ട് ഓഫ് കോർട്ട് ഓർഡേഴ്സ്. ചില കോടതി വിധികളുടെ സപ്പോർട്ട് അദ്ദേഹത്തിന്. അതായത് സമത്വയുടെ പുസ്തകം മറുഭാഗം ശിവകാശിയിൽ കൊണ്ടുചെന്ന് പ്രിന്റ് ചെയ്തിരുന്നത് കമ്മീഷൻ മുഖേന പിടികൂടി കോടതിയിൽ പോയി അത് തെറ്റാണ് എന്ന് കോടതിയുടെ വിധി ഉണ്ടായിരുന്നു, കോഴിക്കോട് കോടതിയിൽ. അപ്പൊ അത് ശംസുലയുടെ ഭാഗത്തിന് അനുകൂലമായിരുന്നു. ആ അനുകൂല വിധിയും ആൻഡ് ഓൾസോ ഇറ്റ് വാസ് ബീയിങ് ഫോളോയിങ് ഫോർ എ ലോങ് നമ്പർ ഓഫ് ഇയേഴ്സ്, ഒരുപാട് കൊല്ലമായി അദ്ദേഹം ഇത് സമർപ്പിക്കുന്നത് ഇ.കെ. അബൂബക്കർ മുസ്ലിയാരാണ് എന്നതുകൊണ്ട് അദ്ദേഹത്തിന് സ്വീകരിച്ചു. അത് ശരിയാണ് എന്ന് പറഞ്ഞ് ഇവര് സിംഗിൾ ജഡ്ജിന് ആ വിഷയത്തിൽ തെറ്റുപറ്റിയെന്ന് വ്യക്തമായി പറയുകയും അങ്ങനെ കോടതി thus we find no merit in the appeal എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ അപ്പീൽ തള്ളിക്കളയുകയും ചെയ്തു എന്ന് വ്യക്തമായ രേഖയിൽ പറയുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞു വന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഈ സംഘടനാപരമായ പ്രവർത്തനത്തിൽ എങ്ങനെ ഈ ഭിന്നിപ്പുണ്ടായി എന്നതിന്റെ ഒരു തുടക്കം നിങ്ങൾക്ക് അറിയാൻ വേണ്ടി നിങ്ങൾ ചോദിച്ചതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. പിന്നെ അവർ പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ മനസ്സിലാക്കുന്നത് സുന്നത്ത് ജമാഅത്തിനെതിരെ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിച്ചു എന്നതാണ്. ഈ വിഷയം കത്തിച്ചൊലിച്ചു നിൽക്കുന്ന സമയത്ത് സീതി ഹാജി ഒരു മുജാഹിദിന്റെ നേതാവായിരുന്നു. അതേപോലെ തന്നെ അദ്ദേഹം MLA എന്റെ മണ്ഡലം കൊണ്ടോട്ടിയായിരുന്നു. ഇപ്പൊ ഞങ്ങൾ മലപ്പുറമാണ്. കൊണ്ടോട്ടി മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ പ്രചരണ പ്രവർത്തനങ്ങളുമായി SSF മുന്നോട്ട് വന്നു. അതിന് അവർക്ക് അവരുടേതായ കാരണങ്ങൾ ഉണ്ടാവാൻ ഞാൻ എതിർക്കുന്നില്ല. അങ്ങനെ അദ്ദേഹത്തെ അവർ ടാർഗറ്റ് ചെയ്തുകൊണ്ട് കൊണ്ടോട്ടിയിലടക്കം പ്രസംഗിക്കുന്ന സമയത്ത് പത്രക്കാർ KV ഉസ്താദിനെ കണ്ടു. സമസ്തയുടെ ജോയിന്റ് സെക്രട്ടറിയാണ് KV മുഹമ്മദ് മുസ്ലിയാർ. KV ഉസ്താദിനെ കണ്ടുകൊണ്ട് KV ഉസ്താദിനോട് ചോദിച്ചു, ഇങ്ങനെ സീതി ഹാജി ഒരു മുജാഹിദ് പ്രവർത്തനമാണ്, അല്ലെങ്കിൽ മുജാഹിദിന്റെ അനുകൂലിയാണ്, അദ്ദേഹത്തിനെതിരെ സമസ്തയിലെ ഒരു വിഭാഗം തന്നെ പ്രവർത്തിക്കുന്നു, എന്തുകൊണ്ട് മുഷാവറ അതിനെ കുറിച്ച് തീരുമാനമെടുക്കുന്നില്ല, നിങ്ങൾ പറയുന്നില്ല എന്നൊക്കെ ചോദിച്ചു. അപ്പൊ എന്താണ് അദ്ദേഹത്തെ എതിർക്കേണ്ട ആവശ്യം വെച്ചാൽ അദ്ദേഹം മുജാഹിദാകുമ്പോൾ വിധേയത്തിനെ എതിർക്കേണ്ട സമസ്തയുടെ നയമല്ലേ എന്ന പത്രക്കാരന്റെ ചോദ്യം. KV ഉസ്താദ് മറുപടി പറഞ്ഞത് അദ്ദേഹം പോകുന്നത് കേരള നിയമസഭയിലേക്കാണ്. കേരള നിയമസഭയിൽ മാലയെ കുറിച്ച് മൗലൂദിനെ കുറിച്ചൊന്നും ചർച്ചയില്ല. അതുകൊണ്ട് അവിടെ അയാൾ പോകട്ടെ, അത് റോഡും പാലവും മറ്റു കാര്യങ്ങളും വികസനങ്ങളുമാണ്, അത് ആരായാലും കൊണ്ടുവന്നതിന് കുഴപ്പമില്ല. KV ഉസ്താദ് പറഞ്ഞത് ക്ലോസ് ചെയ്തു. എന്നാൽ സുന്നികളായിരിക്കുക എന്നുള്ള എല്ലാവരുടെയും താല്പര്യമായിരിക്കും. പക്ഷേ എല്ലാവരും ഒരു രാഷ്ട്രീയ പാർട്ടി ആയിക്കൊള്ളണമെന്നില്ല, എല്ലാവരും മുസ്ലിം ലീഗിനെ പിന്തുണച്ചോളണമെന്നുമില്ല. രാഷ്ട്രീയമില്ലാത്തവരും രാഷ്ട്രീയമുള്ളവരും ഒക്കെ സംഘടനയിലുണ്ടാവും. പക്ഷെ സുന്നത്തിയമായത് അത് പ്രധാനമാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ഗുരുക്കളെ ബഹുമാനിക്കലും നമ്മുടെ പാരമ്പര്യത്തെ അംഗീകരിക്കലുമാണ്. അവിടെ നമ്മുടെ സമൂഹത്തെ നിർത്താൻ നമുക്ക് കഴിയണം. അതിന് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ എന്നേ നമുക്ക് അഭിപ്രായമുള്ളൂ. ഇനി നിങ്ങൾ കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ ആ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുക, മനസ്സിലാക്കുക. നല്ല നിലക്ക് ഐക്യപ്പെടാന്നതിൽ നമുക്ക് താല്പര്യമുണ്ട്. ഐക്യപ്പെടുകയാണെങ്കിൽ ഏറ്റവും നല്ല. ഇതൊന്നും പറയേണ്ട കാര്യമില്ല. ഒരുമിക്കുക, ഒന്നിച്ചു പോവുക എന്നത് ഇന്നത്തെ കാലത്ത് മുസ്ലിം സമൂഹത്തിന് അനിവാര്യമായൊരു കാര്യമാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അന്ന് ഇവർ ചെയ്ത പ്രവർത്തനം മറ്റൊരു രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഉദാഹരണമായി പൊന്നാനിയിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ടീം സംസ്ഥയുണ്ടാക്കി, അത് വാർത്തയായി. അപ്പം അന്ന് അവർ ചെയ്തിരുന്ന പ്രവർത്തനം ഇന്ന് നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുക എന്ന് പറയുമ്പോൾ അതൊരു സങ്കടകരമായ കാര്യമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ലല്ലോ. അപ്പോൾ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഐക്യപ്പെടാനും ഒരുമിക്കാനും അതോടൊപ്പം സമസ്തയെ ശക്തിപ്പെടുത്താനുമാണ് നമ്മൾ മുന്നോട്ട് വരേണ്ടത്. ഇനി ഇവിടെ ഒരു കാര്യം പറയാൻ ചിലര് ചിലപ്പോ പറയാറുണ്ട്, ഞാൻ ഇത്ര കാര്യങ്ങളൊന്നും കുറെ കാലമായിട്ട് പരാമർശിക്കാറില്ല, എന്നാലും നിർബന്ധമായതുകൊണ്ട് പറയാം. കാരണം നമ്മളൊരു വലിയ സമ്മേളനത്തിന് വേണ്ടി പത്രസമ്മേളനം വിളിക്കുമ്പോ പത്രക്കാര് അങ്ങനെ ഒരു കാര്യം ചോദിച്ച് അവരവജ്ഞയോടെ ആ ആളുകൾ പറഞ്ഞ് തള്ളിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അസുഖം മാറിയില്ലല്ലോ എന്നതുകൊണ്ട് ഞാൻ ഒരു ചെറിയ സൂചന പറയാൻ. ചിലര് പറയാറുണ്ട് നമ്മളെ സമസ്ത എന്ന് പറഞ്ഞാൽ അതൊരു വക്കീല്, അദ്ദേഹത്തിന്റെ പേരിപ്പോ ഞാൻ പറയുന്നില്ല, ഒരു വക്കീല് പറഞ്ഞു തന്നിട്ടുണ്ടായ സമസ്യയാണ് എന്ന് പറയാറുണ്ട്. വാസ്തവത്തിൽ വക്കീല് പറഞ്ഞു കൊടുത്തിട്ട് ഉണ്ടാക്കിയ സമസ്ത അത് നമ്മുടേതല്ല, അത് മറുവശത്തിന്റേതാണ് എന്നതിപ്പോ ഞാൻ തെളിയിക്കാൻ പോവുകയാണ്. അത് നിങ്ങൾ നന്നായി ഒന്ന് പഠിക്കണം,
മനസ്സിലാക്കണം എന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തുകയാണ്. അതെന്തേ? വക്കീല് പറഞ്ഞു കൊടുത്തു, ജനറൽ ബോഡി ഇല്ലാത്ത ഒരു സംഘടനക്ക്, ഒരു കമ്മിറ്റിക്ക് നിലനിൽപ്പുണ്ടാവില്ല. അതുകൊണ്ട് വർഷങ്ങളായി ജനറൽ ബോഡി ചേർന്നിട്ടില്ല. അതുകൊണ്ടൊരു ജനറൽ ബോഡി ഉണ്ടാക്കിയ മിനിറ്റ്സ് എങ്ങനെങ്കിലും ഉണ്ടാക്കണം എന്ന് വക്കീല് പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണല്ലോ ഓരോരുത്തരും മറ്റോരോന്ന് പറയാ, അവനവൻ അനുഭവം ഉണ്ടാവുമ്പോഴാണല്ലോ. അത് വക്കീല് അവർക്ക് പറഞ്ഞു കൊടുത്തു. അതുകൊണ്ടാണ് അവരതിങ്ങനെ പല സ്റ്റേജിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർക്ക് അവരെ വക്കീല് പറഞ്ഞു കൊടുത്തൊരു വിഷയമാണ്. അതിനൊരു ജനറൽ ബോഡി ഉണ്ടാക്കണം. അതിനെന്ത് വേണം? അതിനൊരു കാര്യമുണ്ട്. പുനഃസംഘടിപ്പിച്ച കമ്മിറ്റിക്ക് നിങ്ങൾ മിനിറ്റ്സ് ബുക്കും റിപ്പോർട്ട് ബുക്കും ഒന്നും കൈമാറരുത്. അത് കൈമാറിയാൽ കഥ കഴിയും. അതുകൊണ്ട് നിങ്ങൾ അത് കൈവശം വെച്ചിട്ട് അതിൽ എഴുതി ചേർക്കണം. അതിൽ ആ പഴയ മിനിറ്റ്സുകൾ എഴുതി ചേർക്കണം. അതിനുവേണ്ടി ഒരു മീറ്റിംഗിൽ, മഹാനായ താജുൽ ഉലമ അടക്കമുള്ള മീറ്റിംഗിൽ ഇഷ്ടമുള്ളതെല്ലാം പഴയ മിനിറ്റ്സിൽ എഴുതി ചേർക്കാൻ അധികാരം നൽകണം സെക്രട്ടറിക്ക് എന്ന് പറഞ്ഞപ്പോഴാണ് താജുൽ ഉലമ നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാരുടെ മിനിറ്റ്സ് അത് തൊട്ട് കളിക്കാൻ അനുവദിക്കില്ല, അതിലൊന്നും കൂട്ടിച്ചേർക്കാനും ഇറക്കാനും അനുവദിക്കില്ല എന്ന് താജുൽ ഉലമ കരുതിച്ചത്. ഇത് വസ്തുതയും യാഥാർത്ഥ്യവുമാണ് ഞാൻ പറയുന്നത്. നമുക്ക് കളവ് പറയാൻ വകുപ്പില്ല. അങ്ങനെ ആ മിനിറ്റ്സ് കൈവശം വെച്ച കക്ഷികൾ എഴുതി ചേർത്ത ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ഒന്ന് രണ്ടെണ്ണം മാത്രം ഇപ്പൊ പെടുത്താം. അത് മനസ്സിലാക്കുമ്പോ സമസ്ത വ്യാജം ഏതാണെന്ന് ആർക്കും മനസ്സിലാവും. ഇനി ഞാൻ പറയുമ്പോ ഒന്നും കൂടി പറയാൻ, മഹാനായ സദഖത്തുള്ള മുസ്ലിയാരുടെ ഭാഗത്തുള്ള കക്ഷികൾ തെറ്റുതിരുത്തി വരണം എന്ന് പറഞ്ഞ ഒരു വിവരക്കേടുണ്ടല്ലോ. അങ്ങനെ ഒരു യഥാർത്ഥത്തിൽ നസ്സായ ഇബാറത്ത് വ്യക്തമായി കാണാത്തതുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർക്കിടയിൽ ഒരു ശാഖാപരമായ മസലയിൽ വീക്ഷണ വ്യത്യാസം വന്നാൽ, ഉദാഹരണത്തിന് കണ്ണാടി പോലെയാണോ കണ്ണട പോലെയാണോ ഈ ഉപകരണം മൈക്ക് എന്നതിനെ സംബന്ധിച്ച് ഒരു ചർച്ച വന്നാൽ, അതിൽ ചിലർ കണ്ണാടി പോലെയാണെന്നും ചിലർ കണ്ണട പോലെയാണെന്നും എന്നും പറഞ്ഞാൽ അതിന്റെ പേരിൽ അവരെ പഴിക്കാൻ പറ്റുമോ? അവർക്ക് മനസ്സിലായത് അവർ പറഞ്ഞു, ഇവർക്ക് മനസ്സിലായത് ഇവർ പറഞ്ഞു. അതല്ലേ? അങ്ങനെയല്ലേ നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നത്? അതിന്റെ പേരിൽ അത് തിരുത്തി വരണം എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കുകയാണ്, കേരള സംസ്ഥാന ജമിയത്ത്, സംസ്ഥാന കേരള ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരൊക്കെ സദഖത്തുൽ മുസ്ലിയാർ പറഞ്ഞൊക്കെ മോശമായി പോയി തിരുത്തണമെങ്കിൽ മൊഗ്രാനിലെ ഫത്വ തിരുത്തിയ കക്ഷികളായിരിക്കണ്ടേ അവര്? അങ്ങനെ തിരുത്താൻ ശംസിയ തരീഖത്തിനെ സംബന്ധിച്ച് തിരുത്തിയതുപോലെ തിരുത്താൻ അവന് തയ്യാറാകുമോ? അപ്പൊ ഭിന്നത നിലനിൽക്കണമെന്നല്ലേ ആ പറഞ്ഞതിന്റെ ആകത്തുക. ഇത് ബുദ്ധിയുള്ള ആളുകൾ ആലോചിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. ഇനി ഒന്നുകൂടി ഇവിടെ ഓർമ്മപ്പെടുത്താൻ, രണ്ടാമത് പറഞ്ഞതെന്താ അറിയോ? നമ്മളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് സുന്നികൾ ഐക്യപ്പെടുന്നത് വളരെ നല്ലതാണ്, നല്ല അഭിപ്രായമാണ്, അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. അത് നമ്മൾ പണ്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല സുന്നത്തി ജമാഅത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളെയും ഐക്യപ്പെടുത്തുമാറാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും കൂടി ചെയ്യാൻ. പക്ഷെ അപ്പൊ പറയാണ്, അത് സമസ്തയിൽ നിന്ന് പിരിഞ്ഞു പോയവർ ഇങ്ങോട്ട് വരണം. അപ്പൊ എനിക്ക് മനസ്സിലാകുന്നില്ല, പഴയതൊക്കെ മൻസൂഖായോ? പഴയ കാലത്ത് പറഞ്ഞിരുന്നത് പിരിഞ്ഞുപോയവരെന്നല്ല, പറഞ്ഞിരുന്നത് പുറത്താക്കിയവരെന്നാണ്. പുറത്താക്കിയവർ പിന്നെ എങ്ങനെ ഇങ്ങോട്ട് വരിക? അകത്താക്കണ്ടേ? അപ്പോ പുറത്താക്കി എന്ന് പഴയ കാലത്തുള്ള പത്രങ്ങളൊക്കെ ഞങ്ങളുടെ കൈവശത്തിലുണ്ട്. അപ്പൊ പുറത്താക്കിയ കക്ഷികൾ പിരിഞ്ഞുപോയവരിങ്ങ് വന്നാ മതി എന്ന് പറയുമ്പോ പുറത്താക്കിയതല്ല എന്ന് ഉറച്ചോ? ഏതെങ്കിലും ഒന്ന് ഉറപ്പിച്ച് പറയണം. ഏതെങ്കിലും ഒന്ന്, ഏതാ പുറത്താക്കിയതോ പിരിഞ്ഞുപോയതോ? പിരിഞ്ഞുപോയവർ തിരിച്ചു വന്നാ പ്രശ്നം കഴിഞ്ഞു എന്നാ പറയുന്നു. എന്നാ പിന്നെ പിരിഞ്ഞുപോയതോ പുറത്താക്കിയതോ അതൊന്നും ആദ്യം പറയും, അതൊന്നും ആദ്യം തീരുമാനമാകണം. ഇനി ഒന്നുകൂടി ഞാൻ പറയാൻ, ഇനി പുറത്തു പോയവർ തിരിച്ചു വരണമെന്നാ പറയുന്നെങ്കിൽ പുറത്തു പോയിട്ടില്ല വാസ്തവത്തിൽ. പിന്നെന്താ ചെയ്തത് ആ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോയിട്ട് ജനറൽ ബോഡി വിളിക്കുകയാണ് ചെയ്തത്. പുറത്തു പോയത് സമസ്തയിൽ തന്നെ നിന്നുകൊണ്ട് സമസ്തയുടെ ജനറൽ ബോഡി വിളിച്ചു, സമസ്തയുടെ സംഘടന പുനഃസംഘടിപ്പിച്ചു. അങ്ങനെ തന്നെയല്ലേ ചെയ്യേണ്ടത്? അതിനല്ലേ സൊസൈറ്റീസ് ആക്ട് പ്രകാരം അങ്ങനെ തന്നെയല്ലേ ചെയ്യേണ്ടത്? അങ്ങനെ പുനഃസംഘടിപ്പിച്ചു. ആ പുനഃസംഘടിപ്പിക്കുന്ന മീറ്റിംഗിൽ എല്ലാരെയും വിളിച്ചിരുന്നല്ലോ. വരാത്തതിന് ഉത്തരവാദി ആരാ? വരാത്തവരല്ലേ. വന്ന ജനറൽ ബോഡി അംഗങ്ങൾ ചേർന്ന് അങ്ങനെയാണ് പുനഃസംഘടിപ്പിച്ചത്. ഇവിടെ സമസ്ത എവിടെയാണ് പിഴച്ചത്, സമസ്ത എവിടെയാണ് വ്യാജമായത് എന്ന് നിങ്ങൾ ആലോചിക്കുക. ഇനി ഒന്നുകൂടി ഞാൻ പറയാൻ, മറ്റുള്ളവരെന്ത് ചെയ്തു അറിയോ? മറ്റുള്ളവർക്ക് മുൻകാലത്തുള്ള മിനിറ്റ്സ് ഹാജരാക്കാൻ ഇല്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? അവരിപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ട് പുസ്തകത്തിന്റെ കോപ്പി നിങ്ങൾക്ക് ഇനി അവിടെ സ്ക്രീനിൽ കാണാം. അപ്പോഴാണ്
തട്ടിപ്പുകൾ, വെട്ടിപ്പുകൾ, വ്യാജരേഖകൾ നിങ്ങൾക്ക് ബോധ്യപ്പെടുക. നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. 314 പേജ് 26/7/75 ജനാബ് വീരാൻകുട്ടി മുസ്ലിയാർ അവരുടെ അധ്യക്ഷതയിൽ ചേർന്ന മുഷാവറ യോഗത്തിന്റെ റിപ്പോർട്ട്. ആ റിപ്പോർട്ട് ഇങ്ങനെ വന്നിട്ട് അത് 3ാമത്തെ തീരുമാനം പറയാണ്. ജാമിയ നൂരിയ അറബിക് കോളേജിന്റെ ജനറൽ ബോഡി അങ്ങളുടെ ലിസ്റ്റ് പരിശോധിക്കുകയും കുറെ പേരുടെ അംഗത്വം അംഗീകരിക്കുകയും ചിലരുടെ കാര്യം നിർത്തിവെക്കുകയും ചെയ്തു എന്ന് 1ാം തീരുമാനം. 2ാമത്തെ തീരുമാനം, കോളേജ് കമ്മിറ്റിയിലേക്ക് മുമ്പുള്ള അംഗങ്ങൾക്ക് പുറമെ താഴെ പറയുന്ന അംഗങ്ങളെയും കൂടി തെരഞ്ഞെടുക്കുകയും ചെയ്തു. 1 ഇ കെ ഹസൻ മുസ്ലിയാർ, 2 എ പി അബൂബക്കർ മുസ്ലിയാർ, 3 കെ ടി ബാനു മുസ്ലിയാർ, 4 എ മുഹമ്മദ് മുസ്ലിയാർ, 5 കെ സി ജമാലുദ്ദീൻ മുസ്ലിയാർ, 6 കോയണ്ണി മുസ്ലിയാർ. പിന്നത്തെ തീരുമാനം, സുന്നി യുവന സംഘത്തിനു കൊടുക്കാനുള്ള നിർദ്ദേശങ്ങൾ തയ്യാർ ചെയ്യാൻ താഴെ കൊടുത്ത അംഗങ്ങളെ അധികാരപ്പെടുത്തി. ടി അബൂബക്കർ മുസ്ലിയാർ കോട്ടുമല, വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ, ഐദുറൂസ് മുസ്ലിയാർ. ഇനി നിങ്ങൾ അതിന്റെ ബാക്കി വായിക്കണം. അവിടെ ഒരു ചുവപ്പ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾക്ക് ശേഷം യോഗം പിരിഞ്ഞു എന്ന് സെക്രട്ടറി ഇ കെ അബൂബക്കർ മുസ്ലിയാരുടെ ഒപ്പ് 16/10/75. യോഗം പിരിഞ്ഞു എന്ന് അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. ഇ കെ മുസ്ലിയാർ ഒപ്പിട്ടിരിക്കുകയാണ്. അതിന്റെ ചോട നിങ്ങൾ കുറച്ച് വാചകം കാണും. യോഗം പിരിഞ്ഞതിന് ശേഷം എങ്ങനെ യോഗം തീരുമാനം വന്നത്? യോഗം പിരിഞ്ഞു എന്ന് അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. അതിന്റെ ചോട കാണാം. NB മുഷാവറ അംഗങ്ങളുടെ ഒഴിവുകൾ അടുത്ത യോഗത്തിൽ വെച്ച് പൂർത്തീകരിക്കാൻ വെച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നെ അതാ ഒരു വല്ലാതെ വിഷമിച്ച് എഴുതിയിരിക്കുന്നത്. അടുത്തു തന്നെ ജനാബ് ബോഡിന്നോ ജനറൽ ബോഡിന്നോ എന്താ വായിക്കേണ്ടത്? എന്നിട്ട് 2 കുത്ത്. കാരണം സ്ഥലമില്ല, പിന്നെ കൂട്ടിച്ചേർക്കുമ്പോ സ്ഥലം ഉണ്ടാവില്ലല്ലോ. അപ്പോ സ്ഥലമില്ലാത്തതുകൊണ്ട് എന്ന് എഴുതിയിട്ട് 2 കുത്താണ്. 2 കുത്ത് ബോഡി വിളിക്കാനും തീരുമാനിച്ചു എന്നൊരു വാചകം കൂട്ടിച്ചേർത്ത് വെച്ചു. അപ്പൊ നേരത്തെ യോഗം പിരിഞ്ഞു എന്ന് മേലെ സെക്രട്ടറിന്റെ ഒപ്പ്, അത് കഴിഞ്ഞിട്ട് അതിന്റെ ചോടെ പിന്നെ തീരുമാനിച്ചു എന്ന് പറഞ്ഞ കുറെ സംഗതികൾ. ഇതെങ്ങനെ വന്നു? ഒരു ബുദ്ധിയുള്ള ആളുകളെ മുന്നിൽ ഞങ്ങൾ ഈ ചോദ്യം ഇട്ടുകയാണ്. ഇതെങ്ങനെ യോഗം പിരിഞ്ഞതിന് ശേഷം പിന്നെ എങ്ങനെ തീരുമാനം വന്നത്? എന്നിട്ട് സർവ്വസമ്മതമായി പാസാക്കി. NK അബ്ദുള്ള മുസ്ലിയാർ ഒപ്പ് ഒരു ഒപ്പും. ഇതൊരു രസാണ്. ഇനി വേറെ ഒന്നും കൂടി അതിനേക്കാൾ രസമുണ്ട്. വക്കീലന്മാര് പറഞ്ഞു കൊടുത്തിട്ട് എഴുതുമ്പോ കുറച്ചൊക്കെ നമ്മുടെ കാന്തപുരസ്ഥാനിൽ നിന്ന് പഠിച്ച കുറെ മുത്തലിമുകൾ, സക്കാഫികള്, അഡ്വക്കേറ്റുമാരും കൂടിയാണ്. അങ്ങനത്തെ ഒരു അഡ്വക്കേറ്റിനെ എങ്കിലും കൂടെ കൂട്ടിയാൽ മതിയായിരുന്നു. എന്നാൽ ചില ഗുണങ്ങളുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, അഡ്വക്കേറ്റ് പറഞ്ഞതനുസരിച്ച് പഠിപ്പിച്ചു കൊടുത്ത വെളവും വെച്ചുകൊണ്ടുവന്ന ചോറും തേച്ചപ്പാടുണ്ടാവില്ല എന്ന് പണ്ടൊരാൾ പറഞ്ഞിരുന്നു. അതുപോലെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അടുത്ത നല്ല രസമാണ്. 318 പേജ്. 318 ഏറ്റവും മേലെ പേജ് നമ്പർ കാണാം. അതിൽ 26/7/75 ജനാബ് വീരാൻകുട്ടി മുസ്ലിയാർ അവരുടെ അധ്യക്ഷതയിൽ ചേർന്ന മുഷാവറ യോഗത്തിന്റെ റിപ്പോർട്ടാണ് നമ്മൾ ഇപ്പൊ വായിച്ചിരുന്നത്. ഇനി അടുത്തത് 318 പേജില് ആ എഴുത്തൊന്ന് നിങ്ങൾ നോക്ക്. ഒരു സാധാരണ എഴുത്താണോ, അല്ലെങ്കിൽ അത് ഇ കെ അബൂബക്കർ മുസ്ലിയാരുടെ എഴുത്താണോ? മറ്റൊന്ന്, ആ എഴുത്ത് തന്നെ ഒരു സാധാരണ കയ്യക്ഷരത്തിൽ എഴുതുന്നതാണോ? ഇത്ര അടുപ്പിച്ചിട്ട് അത് അതിൽ കാണുമ്പോൾ കുറച്ച് വലുതാക്കിയത് കൊണ്ട് നിങ്ങൾക്ക് കുറച്ച് സ്പേസ് കാണും. എന്നാൽ തീരെ സ്പേസ് ഇല്ലാതെ എഴുതിയ ആ എഴുത്ത് അവസാനത്തിലൊരു ഒപ്പ്. ഇതിലുള്ള വിഷയങ്ങൾ നല്ല രസമുള്ള വിഷയമാണ്. അതിലൊന്ന് ഞാൻ വായിക്കാം. ഇതിൽ 1ാമത്തെ വിഷയം ഒരു വിഷയം സദഖത്തുള്ള മൗലവിയുടെ രാജി, ചില അംഗങ്ങളെ ഒഴിവാക്കൽ എന്നിവയെ തുടർന്ന് കൂറുള്ളവരെ പരിശോധിച്ച് പുതിയ ജനറൽ ബോഡി ലിസ്റ്റ് തയ്യാറാക്കൽ അത്യാവശ്യമായി വന്നിരിക്കയാൽ അങ്ങനെ ചെയ്യാൻ വേണ്ടി ജനറൽ സെക്രട്ടറി 2 കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ എന്നിവരെ അധികാരപ്പെടുത്തി. ജനറൽ ബോഡി റിപ്പോർട്ട് മേലിൽ, ഇതാണ് ഏറ്റവും രസമുള്ളത്, ജനറൽ ബോഡി റിപ്പോർട്ട് മേലിൽ പ്രത്യേക പുസ്തകത്തിൽ രേഖപ്പെടുത്തേണ്ടതാണെന്ന് തീരുമാനിച്ചു. കാരണം ഈ പുസ്തകത്തിൽ ഇനി എവിടെയും ജനറൽ ബോഡി തീരുമാനം എഴുതാൻ കഴിയില്ല. അപ്പൊ അതിന് വേറൊരു പ്രത്യേക പുസ്തകമാണ് എന്ന് ഇവിടെ ഒരു രേഖ ഉണ്ടാക്കാൻ വേണ്ടി എഴുതി വെച്ചു. എന്നിട്ടോ അതിന്റെ ശേഷം മുഷാവറയിൽ വരുന്ന ഒഴിവിലേക്ക് കീഴ്വഴക്കം പോലെ മുഷാവറക്ക് തന്നെ ആളെ നോമിനേറ്റ് ചെയ്യാൻ അധികാരം നൽകി. മുഷാവറ അംഗങ്ങളുടെ ലിസ്റ്റ് ജനറൽ ബോഡി കൂടുമ്പോൾ വായിച്ചു കേൾപ്പിക്കേണ്ടതാണ്. 3, കീഴ്ഘടകങ്ങൾ, ഇതാ ഏറ്റവും രസമുള്ള മറ്റൊരു തീരുമാനം. കീഴ്ഘടകങ്ങൾ നിലവിൽ വരികയും പ്രവർത്തനങ്ങൾ മുറക്ക് നടക്കുകയും ചെയ്യുന്നതിനാൽ അത്യാവശ്യമുള്ളപ്പോൾ മാത്രം ജനറൽ ബോഡി ചേർന്നാൽ മതി എന്ന് തീരുമാനിച്ചു. ജനറൽ ബോഡി എപ്പം തീരുമാനം ചേരണമെന്നുള്ളത് ഭരണഘടന അനുസരിച്ചല്ലേ പറയേണ്ടത്. ഇവിടെ വെച്ച് തീരുമാനിക്കുകയാണ് അത്യാവശ്യം. അതും രസമുണ്ട്. ഈ ധാരാളം പ്രവർത്തനം നടക്കുമ്പോഴേ ജനറൽ ബോഡി കൂടുതൽ ചേരേണ്ടി വരിക. അതേ സമയത്ത് നേരെ തിരിച്ചാണ് തീരുമാനം, ബില്ലക്സ്. എന്നിട്ട് അതിന്റെ ശേഷം വേറൊന്ന്,
അത് നല്ല രസമുള്ള തീരുമാനമാണ്, വളരെ നല്ല തീരുമാനമാണ്. കീഴ്ഘടകങ്ങളിലുള്ള മുശാവറ അംഗങ്ങളല്ലാത്തവരെയും രാഷ്ട്രീയത്തിന് മുൻതൂക്കം നൽകുന്നവരെയും ജനറൽ ബോഡിയിൽ നിന്നും ഒഴിവാക്കേണ്ടതാണ്. അപ്പൊ രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകളൊന്നും, രാഷ്ട്രീയ പാർട്ടിക്ക് മുൻതൂക്കം നൽകുന്ന ആളുകളൊന്നും ജനറൽ ബോഡിയിൽ പാടില്ല എന്നൊരു തീരുമാനം. വളരെ നന്നായിട്ടുണ്ട് ആ തീരുമാനം. അങ്ങനെ ഒരു തീരുമാനവും കൂടി എടുത്തു വെച്ചു. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട അതിനേക്കാളും രസമുണ്ട്. അവിടെ 318 പേജ്. അതിന്റെ പേജിൽ ലാസ്റ്റ് എഴുതിയ നമ്പർ, അതായത് ഒപ്പിട്ടിട്ട് അവിടെ കൊടുത്ത ഡേറ്റ് 21/3/76. അതൊന്ന് കുറച്ച് ഇങ്ങോട്ട് നീക്കിയാൽ അത് കാണാൻ പറ്റും. അതല്ല, ഈ പേജ് അല്ല, ആദ്യത്തെ പേജ്. അതെ, 21 ലാസ്റ്റ് ഒപ്പിട്ടത് 21/3/76. എന്നാൽ 319 പേജ്, അതിന്റെ നേരെ ഇപ്പുറത്ത് 319 പേജ്, അടുത്ത ഇപ്പുറത്തെ പേജ് ഒന്ന് നോക്കാം. അതിന്റെ ആദ്യ ഭാഗം 319 പേജ്. അതിൽ എത്രാമത്തെ ഏത് ദിവസത്തെ യോഗ ചേർന്നത്? സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ യോഗം 21/2/76 11 മണിക്ക്. അപ്പൊ ഫെബ്രുവരി 21 ചേർന്ന യോഗം 319 പേജിലും. ശരിക്കും മനസ്സിലാക്കണം, ഫെബ്രുവരി 21 ചേർന്ന യോഗം 319 പേജിലും, അതേസമയത്ത് അത് കഴിഞ്ഞ് മാർച്ച് മാസം 21 ചേർന്ന യോഗം 318 പേജിലും. ബാക്കിയിലോട്ട് അതും കൂടി ഒന്ന് ചോദിച്ചു പഠിക്കണ്ടായിരുന്നോ? അതായത് ഒരു യോഗത്തിന്റെ തീരുമാനം എഴുതുമ്പോ പിന്നെ ചേർന്ന യോഗത്തിന്റെ തീരുമാനം ആദ്യത്തെ പേജിലും, ആദ്യം ചേർന്ന യോഗത്തിന്റെ തീരുമാനം പിറ്റത്തെ പേജിലും എങ്ങനെ വന്നു? എങ്ങനെ? മുസ്ലിംമാര് ആവുമ്പോ അവര് പ്രത്യേകിച്ചും ആളുകളോട് വിശ്വസ്തരാകണ്ടേ? അത് സമസ്തയുടെ റിപ്പോർട്ടും മിനുസും കൈകാര്യം ചെയ്യുന്ന സ്ഥലത്തെങ്കിലും ഒരമാനത്തുണ്ടാകണ്ടേ? ഖിയാമനാളിന്റെ അലാമത്താണ്. അമാനത്ത് നഷ്ടപ്പെട്ടു പോയാൽ, വിശ്വസ്തത നഷ്ടപ്പെട്ടു പോയാൽ, മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ കൈകാര്യം ചെയ്ത, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ കൈകാര്യം ചെയ്ത, നമ്മുടെ മുൻഗാമികളായ ഔലിയാക്കളും ആരിഫീങ്ങളും സാലിഹീങ്ങളുമായ ബഹ്ർ പോലത്തെ ആലിമീങ്ങൾ കൈകാര്യം ചെയ്ത ഈ മിനുട്സ് ഏതൊരു ബുദ്ധിയുള്ള വിദ്യാർത്ഥിയുടെയും മുന്നിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ റിപ്പോർട്ടും മിനിറ്റ്സും ഒരു ബുദ്ധിയുടെ മുന്നിൽ നിലനിൽപ്പുള്ളതല്ല എന്ന് വരുത്തി തീർക്കുന്ന പ്രവണത. ഞാൻ ചോദിക്കട്ടെ, ഇവർക്ക് സമസ്തയുടെ പേര് കൊടുക്കാൻ ലോകത്താർക്കെങ്കിലും സാധിക്കുമോ? അമാനത്ത് ഇവരുടെ കൈവശത്തിലുണ്ടോ? സുഹൃത്തുക്കളെ, എന്തിന്റെ പേരിലാണ് ഈ വഞ്ചന നടത്തിയത്? എന്തിനു വേണ്ടിയാണ് ഈ വഞ്ചന നടത്തിയത്? ഈ രൂപത്തിൽ ഇതിപ്പോ ഞാൻ 2 മാത്രം വായിച്ചതാ, ഇനി ഒരുപാട് വായിക്കാനുണ്ട്. അപ്പൊ ഈ രൂപത്തിൽ ഏത് ബുദ്ധിയുള്ളവരും മനസ്സിലാക്കാൻ കഴിയുന്ന വിധം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മിനിറ്റ്സ് കാണുന്നില്ല, റിപ്പോർട്ട് ഈ രൂപത്തിൽ തിരുത്തിയിരിക്കുന്നു. എന്നിട്ട് ഞങ്ങളുടേതാണ് സമസ്ത എന്ന് വാദിച്ചുകൊണ്ട് അവര് വെറുതെ ഇരിക്കുകയാണെങ്കിലും. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം.